വയനാട് വന്യജീവി സങ്കേതത്തിൽ ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം. തോൽപ്പെട്ടി റേഞ്ചിലെ ബേഗൂരിൽ നിന്നും കുടിലുകളാണ് ഇന്നലെ വനം വകുപ്പ് പൊളിച്ചു നീക്കിയത്. റോഡരികിൽ പുതിയവ പണിത് നൽകാമെന്ന ഉറപ്പിലാണ് കുടിലുകൾ പൊളിച്ചു നീക്കിയത്. പ്രതികരണങ്ങൾ വരുന്നുണ്ട്, അത് ആദ്യം കേൾക്കാം. സ്വാമിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം എടുത്ത് മറിച്ച് രാത്രിത്തെ ചോറൊക്കെ എടുത്ത് മറിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ മുതൽ സ്വാമി അടക്കം വരെ ഞങ്ങൾ പട്ടിണിയാണ്. കുഞ്ഞു മക്കൾ ഞാനും അടക്കം പട്ടിണിയാണ്. ഇന്നലെ ഒരു പകൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരമായിട്ട് അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടില്ല. എനിക്ക് അടുപ്പ് വേണ്ടേ വെക്കാൻ. കമൽ ചേരുന്നുണ്ട്. കമൽ, എന്തൊക്കെ ആവലാതികളാണ് ഈ ആദിവാസി ഊരുകളിലുള്ള ആളുകൾ പറയുന്നത്? വനം വകുപ്പ് എന്തെങ്കിലും പ്രതികരണമോ മറ്റോ നടത്തിയിട്ടുണ്ടോ? പ്രജീഷ്, ഇക്കാര്യത്തിലൊരു വ്യക്തമായ പ്രതികരണം വനംവകുപ്പ് നടത്തിയിട്ടില്ല. അവർ പകരം വീടുകൾ, താൽക്കാലിക ഷെഡുകൾ പണിത് നൽകാം, അത് റോഡരികിൽ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്ത് പണിത് നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഷെഡുകൾ പണിയുന്നതിന് മുൻപ് എന്തിനിങ്ങനെ ഈ കുടിലുകൾ പൊളിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ വനംവകുപ്പിനാകുന്നില്ല. ഇത് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. മാത്രവുമല്ല, ഇവർക്ക് മറ്റൊരിടത്ത് ഭൂമിയുണ്ട്, അവിടെ പഞ്ചായത്ത് വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ കരാറുകാർ ഈ വീടിന്റെ പണി പാതിയിൽ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് മാറി താമസിക്കാൻ കഴിഞ്ഞില്ല. ഇവരോടൊപ്പമുള്ള മറ്റു കുടുംബങ്ങളൊക്കെ വീടുകളിലേക്ക് മാറി. 3 കുടുംബങ്ങൾ മാത്രമാണ് താൽക്കാലിക ഷെഡിൽ താമസിച്ചിരുന്നത്. അവരെ കൃത്യമായ ഒരു പകരം സംവിധാനം ഒരുക്കി മാറ്റുന്നതിന് പകരം എന്തിന് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി എന്നതിലൊരു വ്യക്തതയില്ല. നമ്മൾ അല്പസമയത്തിനകം തന്നെ ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഇവരെ കാണാനായി എത്തുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും. എന്തിനിങ്ങനെ ഒരു ബലപ്രയോഗം നടത്തി അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ എന്തിനീ കുടിലുകൾ പൊളിച്ചു നീക്കി എന്നുള്ള കാര്യത്തിൽ. പ്രജീഷ്, തീർച്ചയായും കമൽ റിപ്പോർട്ട് ചെയ്യണം. ഇവർക്ക് ഒരു അറിയിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരമായിട്ടാണ് ഇവരെ പൊളിച്ചു നീക്കിയിട്ടുള്ളത്. ഒരു ദിവസം വന്ന സുപ്രഭാതത്തിൽ പൊളിച്ചു നീക്കുമ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇനി അവർ എങ്ങോട്ട് പോകും? അങ്ങനെയൊക്കെയുള്ള വലിയ ആവലാതികളാണ്. ആ കുടുംബങ്ങൾ നമ്മോട് 3 കുടുംബങ്ങളാണെങ്കിലും അതിൽ ഇത്രയും അംഗങ്ങൾ കൂടിയുണ്ട്.